ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ യൂട്യൂബേഴ്സിനും വീഡിയോഗ്രാഫർമാർക്കും ഉപകാരപ്പെട്ട ഒരു ലൈറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ലൈറ്റ് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. സിംഗിൾ ചാർജിൽ ഏകദേശം 1 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് കടക്കാം. ഇന്നത്തെ പ്രൊജക്റ്റിന് നമുക്ക് വേണ്ടത് ഒരു 10-8 സ്വിച്ച് ബോർഡാണ്. പിന്നെ നമുക്ക് വേണ്ട അലൂമിനിയം ഷീറ്റ് ആണ്. അലൂമിനിയം ഷീറ്റ് സ്വിച്ച് ബോർഡിൽ കയറുന്ന രീതി കട്ട് ചെയ്തെടുക്കണം. അലൂമിനിയം ഷീറ്റ് സ്വിച്ച് ബോർഡിന്റെ മുകളിൽ നിന്ന് 1 സെന്റിമീറ്റർ അകത്തേക്കായിരിക്കും സെറ്റ് ചെയ്യേണ്ടത്. കാരണം മുകളിൽ ഇപ്പൊ ഗ്ലാസ് ഫിറ്റ് ചെയ്യണമെങ്കിൽ LED സ്ട്രിപ്പ് മുട്ടാണ്ടിരിക്കാനാണ്. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് LED സ്ട്രിപ്പാണ്. ട്യൂബ്ലൈറ്റ്, പഴയ ട്യൂബ്ലൈറ്റിൻ്റെ അകത്തുനിന്ന് എടുത്തതാണ്. അത് ഞാൻ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന രീതി കൺവേർട്ട് എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കേണ്ട വീഡിയോ ഞാൻ ലൈറ്റ് സ്റ്റിക്കർ എന്ന പ്രൊജക്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ആ വീഡിയോ പോയി കണ്ടാൽ മതി. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് എല്ലാ LED സ്ട്രിപ്പും അലൂമിനിയം ഷീറ്റും ക്വിക്ക് ഫിക്സ് വെച്ച് ഒട്ടിക്കാൻ പറ്റും. അലൂമിനിയം ഷീറ്റുള്ള കാരണം ഹീറ്റ് LED സ്ട്രിപ്പിന് അബ്സോർബ് ചെയ്തോളും. അങ്ങനെ എല്ലാ സ്ട്രിപ്പ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം കൂടി പാരലായിട്ട് കണക്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇത് 12 വോൾട്ട് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിലാക്കാൻ പറ്റും. LED സ്ട്രിപ്പെല്ലാം ഞാൻ അലൂമിനിയം ഷീറ്റും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇത് ക്വിക്ക് ഫിക്സ് കൊണ്ടാണ് ഒട്ടിച്ചത്. ഇനി നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. LED എല്ലാം കൂടി 1.8 ആംപിയർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. LED ലൈറ്റ് ഫിറ്റ് ചെയ്യാനുള്ള സ്വിച്ച് ബോർഡിൽ ഞാൻ കുറച്ച് ഓൾട്രേഷൻ വരുത്തിയിട്ടുണ്ട്. ആദ്യം ഞാൻ വീഡിയോ ലൈറ്റ് സ്റ്റാൻഡിമ ഫിറ്റ് ചെയ്യാനുള്ള ബുഷ് കവർമ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് 2 ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാനിൻ്റെ പുറകെ തന്നെ ഒരു DC സോക്കറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവഴിയേക്കും ചാർജിങ് കയറ്റാൻ പോണത്. പിന്നെ കേസിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടി ഞാൻ ഇതുമാതിരി ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പുറയിലൊരു സ്വിച്ചും കൂടി ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3 ലിഥിയം അയൺ ബാറ്ററിയും പിന്നെ ഒരു BMS ആണ്. ഇത് 3S12 വോൾട്ടിൻ്റെ BMS ആണ്. ഇനി നമുക്ക് ബാറ്ററി പാക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് ബാറ്ററി സീരിയലായിട്ട് കണക്ട് ചെയ്യാം. ബാറ്ററിയിലൊന്ന് സീരിയലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിൻ്റെ നെഗറ്റീവ് BMSൻ്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യണം. ആ ബാറ്ററിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ജോയിൻറ്റിൽ വരുന്ന ഭാഗത്ത് ഒരു വയർ എടുത്തിട്ടുണ്ട്. ഇത് B1ലേക്ക് കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ ബാറ്ററിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് B2ലേക്ക് പോകും. പിന്നെ ബാറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് തന്നെ പോകും. പിന്നെ BMSൽ P+ഉം P- ഉണ്ട്. അതാണ് ബാറ്ററിൻ്റെ ഇന്നും ഔട്ടും. ഇതാണ് ബാറ്ററിൻ്റെ B-. അതിനുശേഷം പോസിറ്റീവ് പ്രോബ് വെച്ച് നമ്മൾ B1ൽ കണക്ട് ചെയ്യണമെങ്കിൽ 4.1 വോൾട്ട് കാണാം. B2ൽ കണക്ട് ചെയ്യണമെങ്കിൽ 8.3 വോൾട്ട് കാണാം. പിന്നെ B+ കണക്ട് ചെയ്യണമെങ്കിൽ 12.24 വോൾട്ട് കാണാം. ഇനി നമുക്ക് ബാറ്ററി കേസിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ച് ഫിറ്റ് ചെയ്യാം. LED ലൈറ്റിൻ്റെ മൈനസും ബാറ്ററിൻ്റെ മൈനസും ഫാനിൻ്റെ മൈനസും പിന്നെ ഇൻപുട്ടിൻ്റെ മൈനസും കൂടി എല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ടുണ്ട്. മൈനസ് നമ്മൾ BMSൻ്റെ P- കണക്ട് ചെയ്യും. LED പോസിറ്റീവും ഫാനിൻ്റെ പോസിറ്റീവും സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാം. ഇൻപുട്ടിൻ്റെ പോസിറ്റീവും സ്വിച്ചിൻ്റെ ഒരു പോസിറ്റീവ് ടെർമിനലും സ്വിച്ചിൻ്റെ ഒരു ടെർമിനലും കൂടി കൂട്ടിപ്പിടിച്ചിട്ട് BMSൻ്റെ P+ കൊടുക്കാം. ഇനി നമുക്ക് ചാർജിങ് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ചാർജിങ് മറക്കേണ്ട ഇപ്പോൾ 160 മില്ലി ആംപിയർ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് LED കേസിലേക്ക് ഫിറ്റ് ചെയ്യാം. LED ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു ഗ്ലാസ് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ LED ലൈറ്റ് 1 സെൻറ്റിമീറ്റർ താത്തിയാണ് വെച്ചേക്കണത്. ഗ്ലാസ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പഴയൊരു കേടായ LED TVൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് ഊരെടുത്ത ഒരു അക്രിലിക് ഷീറ്റാണ്. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇത് ഞാൻ ഉണ്ടാക്കിയ ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവറാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തവർ എന്തായാലും അതുപോയി കാണുക. ഇത് 12 വോൾട്ട് ഇൻറ്റർണൽ ബാറ്ററിയിലും വർക്ക് ചെയ്യും. പിന്നെ എക്സ്റ്റേണൽ ആയിട്ട് 12 വോൾട്ട് കൊടുത്താലും അതിൻ്റെ അകത്തും വർക്ക് ചെയ്യും. ഇതുമ്മ സ്റ്റാൻഡുമ്മ ഫിറ്റ് ചെയ്യാനുള്ള ബുഷുള്ള കാരണം നമുക്കിത് സ്റ്റാൻഡുമ്മ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഈ ലൈറ്റ് വർക്ക് ചെയ്യണം ബാറ്ററിയിലാണ്. അതുകൊണ്ട് ഇതിന് ഫ്ലിക്കറിങ് ഉണ്ടാവില്ല. ഇപ്പോൾ എന്നോട് ക്യാമറേൻ്റെ സെറ്റിങ് ISO 400 അപ്പറേച്ചർ 2.8 ഫ്രെയിം റേറ്റ് 50 ആണ്. ഇനി ഫ്രെയിം റേറ്റ് 1000ൻ്റെ മേളിലായാലും ഇത് ഫ്ലിക്കറിങ് ആവില്ല. ഇപ്പം 125 ആണ്. ഇപ്പോൾ 200, ഇപ്പോൾ 250, 320, 400, 640, ഇപ്പോൾ 1000. ഇപ്പോഴും ഫ്ലിക്കറിങ് ഇല്ല. എൻ്റെ റൈറ്റ് സൈഡിൽ ഞാൻ ലൈറ്റിന് വേണ്ടി ഉപയോഗിച്ച ഞാൻ ഉണ്ടാക്കിയ ലൈറ്റ് സ്റ്റിക്കാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ അതുപോയി കാണുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ഇട്ട് പിന്നെ കാണാം. അപ്പോഴേക്കും ബൈ.